UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടഞ്ഞ PV അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് ഇടപെടുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് അനുനയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സമവായത്തിന് ലീഗിനോട് ഉപാധികൾ വച്ചിരിക്കുന്നു PV അൻവർ. ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെട്ടതായി സൂചന. അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയും. കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആദ്യം ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകളിലേക്ക് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം 2026 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരിച്ചു പിടിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ്. മറ്റു PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ പാർട്ടിയാണ് അൻവറുമായി സംസാരിക്കുന്നത്, ഞാനല്ല. PV അൻവറുമായി സമവായത്തിലെത്തിക്കാൻ പ്രത്യേകിച്ച് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൻവർ ഉന്നയിച്ച ജനകീയ വിഷയങ്ങൾ തന്നെയാണ് UDF തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നതെന്നും സണ്ണി ജോസഫ്. പ്രത്യേകിച്ച് ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലാണ്. ആവശ്യമായ ചർച്ചകൾ നടത്തും. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് LDF സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് അൻവർ എതിർത്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർത്തു, അഴിമതി ഭരണത്തെ എതിർത്തു, വിലക്കയറ്റത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ വന്യജീവി അക്രമ പ്രശ്നത്തിൽ സർക്കാരിൻ്റെ നിസ്സംഗത എടുത്തു പറഞ്ഞു. കാർഷിക മേഖലയുടെ തകർച്ച അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ ജനകീയ പ്രശ്നങ്ങളെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. ആ വിഷയങ്ങൾ തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. അപ്പോൾ ആ വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുണ്ടാകും. ജനങ്ങളിൽ നിന്ന്, അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി. പ്രസാദ്, രണ്ട് കാര്യങ്ങൾ. അതിൽ ആദ്യം ഷൗക്കത്തിന്റെ പ്രതികരണം. ഷൗക്കത്ത് ഈ വിഷയങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ അതിനുമായി ബന്ധപ്പെട്ട് നേതൃത്വം അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുമെന്ന് ഷൗക്കത്ത് പറയുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷന്റെ വാക്കുകൾ അതനുസരിച്ച് അൻവർ ഉയർത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് UDFന്റെയും പ്രചരണം. അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അൻവർ ഈ നിലവിലെ സാഹചര്യമൊക്കെ മാറി അൻവർ തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷ കൂടി സണ്ണി ജോസഫ് പങ്കുവയ്ക്കുന്നു. ഇനി മറ്റൊന്ന്, ലീഗിന്റെ ഒരു മീഡിയേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള. തിരുവമ്പാടി സീറ്റിൽ ഈ PV അൻവർ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചതായിട്ട് വാർത്തകൾ വരുന്നു. നമുക്കറിയാവുന്നതുപോലെ UDFിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ UDFനോട് ഈ PV അൻവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അത് നിലമ്പൂർ സീറ്റാണ്. നിലമ്പൂർ സീറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ജോയി ആയിരുന്നു ഈ അൻവർ ഉന്നയിച്ചയാൾ. ഈ നിലമ്പൂരിൽ വിജയിക്കുകയാണെങ്കിൽ തന്നെ ജോയിയെ പിന്നീട് നിയമസഭ വരുന്ന സമയത്ത് ജോയിയെ പിന്നീട് വേണമെങ്കിൽ തിരുവമ്പാടിയിലേക്കൊക്കെ മാറ്റാമെന്നൊരു ചിന്തയൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അൻവർ വിചാരിച്ചതിൽ നിന്നും അടപടലം മാറിയിരിക്കുന്നു. എങ്ങനെയാണ് നിലവിൽ ഈ കോൺഗ്രസിനുള്ളിൽ PV അൻവറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകൾ? സേതു, ഇതിപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, അതായത് അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകും. അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം, ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം തന്നെ കരുതുന്നത്. ഇതിൽ ലീഗ് തന്നെയാണ് മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, തിരുവമ്പാടി സീറ്റ് ഇതിൽ ഉറപ്പ് നൽകിയാൽ, അതായത് തിരുവമ്പാടി സീറ്റിൽ, നിയമസഭാ സീറ്റിൽ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. ആ സീറ്റിൽ മത്സരിക്കാൻ ആ സീറ്റ് അൻവറിന് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ലീഗും അവർക്ക് പാർട്ടി തലത്തിൽ അതെല്ലാം തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്തായാലും അതിനകത്തൊരു വളരെ പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മറ്റൊരു കാര്യം, ഈ അൻവർ പറയുന്ന, എന്തുകൊണ്ടാണ് അൻവർ VS ജോയിക്ക് വേണ്ടി ഇത്രയും ശക്തമായി നിന്നത് എന്നതിന്റെ ഒരു അണിയറ ചർച്ചകൾ കോൺഗ്രസിന്റെയും UDFനകത്തും നടക്കുന്ന ഒരു ചർച്ചകൾ കൂടി പങ്കുവെക്കാം. അത് പറയുന്നത്,
തിരുവമ്പാടി സീറ്റും കൊയിലാണ്ടി സീറ്റും കോൺഗ്രസും ലീഗും തമ്മിൽ വെച്ചു മാറാനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആലോചനകൾ നടക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് ലഭിച്ചാൽ ആ സീറ്റിൽ പിന്നീട് മത്സരിക്കാനുള്ള സാധ്യത VS ജോയിയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് VS ജോയിയെ നിലമ്പൂരിൽ നിർത്തണമെന്ന നിലപാടിലേക്ക് അൻവർ വന്ന് ഇത്ര ശക്തമായ ഒരു വാദം ഉന്നയിക്കുന്നത് എന്നൊരു അണിയറ സംസാരമാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ലീഗിൻ്റെയും എല്ലാം ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും തിരുവമ്പാടി സീറ്റിൽ ഒരു ഉറപ്പ് ലഭിച്ചാൽ അതിൽ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് അതിനകത്തൊരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ തിരുവമ്പാടി സീറ്റിൽ മുസ്ലിം ലീഗിന്റെ സീറ്റിൽ അവർക്ക് നൽകാൻ തയ്യാറായാൽ അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിലപാടിലേക്ക് ലീഗ് എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് പ്രസാദ്? കാരണം ഇപ്പൊ പ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജോയി ആണെങ്കിൽ ഈ നിലമ്പൂരിൽ ജയിച്ചാണെങ്കിലും വേണമെങ്കിൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി നിലമ്പൂർ പിന്നീട് PV അൻവറിന് ഏറ്റെടുക്കാം. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഒരുപക്ഷെ അൻവറിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അൻവർ ഇത് പറയാനും പോകുന്നില്ല, ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഷൗക്കത്താണെങ്കിൽ പിന്നീട് ആ നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിക്കുക PV അൻവറിനെ സംബന്ധിച്ച് അതൊരു ബാലികേറ മല തന്നെയായിരിക്കും. ഈ ലീഗ് ഇപ്പോൾ തിരുവമ്പാടിയിൽ ഒരു അനുനയത്തിന് വഴി വയ്ക്കുമോ, അനുനയത്തിന് ഒരുങ്ങുമോ? PV അൻവറിനെ ഈ തിരുവമ്പാടി നൽകി അനുനയിപ്പിക്കാൻ ലീഗിന് എത്രത്തോളം സാധിക്കും? സിദ്ധലക്ഷ്മി, അതെല്ലാം സാധ്യതകളാണ്. കാരണം ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അൻവർ ലക്ഷ്യം വെക്കുന്നത് അൻവറിന് ഒരു ഷുവർ സീറ്റ് അല്ലെങ്കിൽ ശക്തമായ മത്സരം നടത്താൻ കഴിയുന്ന ഒരു സീറ്റ് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഉറപ്പ് ലഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിൽ മുസ്ലിം ലീഗ് കൂടി ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു സീറ്റ് നൽകൽ. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായി അവിടെ തിരുവമ്പാടി സീറ്റിൽ അവിടെ ലീഗ് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗ് അവിടെ വിജയിച്ചിട്ടില്ല. അപ്പോൾ ലീഗിന് ആ സീറ്റ് വെച്ച് മാറാൻ അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെല്ലാം പക്ഷേ അവരുടെ മുന്നണി തലത്തിൽ നടക്കുന്ന ചർച്ചകളും അണിയറ സംസാരങ്ങളുമാണ്. അതെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അൻവർ അതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തിരുവമ്പാടി സീറ്റോ അല്ലെങ്കിൽ വളരെ ഉറപ്പുള്ള മറ്റൊരു സീറ്റോ ലഭിച്ചാൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകുമെന്നതാണ് അവരെല്ലാം തന്നെ കരുതുന്നത്. എന്തായാലും അതെല്ലാം ഈ ചർച്ചകൾ ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ കൂടിയാലോചനകളിൽ ആ ചർച്ചകളെല്ലാം തന്നെ വരും. അതിനകത്തേക്ക് പിന്നീട് തീരുമാനമെല്ലാം ലീഗിന്റെ നേതൃത്വം ഒന്നായി എടുക്കേണ്ടതാണ്. എന്തായാലും ഒരു പ്രശ്നപരിഹാരത്തിന് തന്നെയാണ് അതിന് മുസ്ലിം ലീഗ് തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ഒരു വിലപേശലിൽ അൻവറിന്റെ ഒരു വിലപേശലിന് വേണ്ടി വല്ലാതെ വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് പോലും അൻവർ ഞാൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതൊന്നും തന്നെ അംഗീകരിക്കാതെ അതിലൊരു ചർച്ചയ്ക്ക് പോലും അങ്ങനെ ഒരു അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം പിന്നീട് ഒരു സംസാരവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറിനോട് ഉണ്ടായിട്ടില്ല. അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാണ് കോൺഗ്രസ് വന്നത്. നമുക്ക് നോക്കാം ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. ലീഗിന് അൻവറിനെ മെരിക്കാൻ കഴിയുമോ? 2 ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അൻവറിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലിരിപ്പ് എന്നുള്ളതിലും ഇനിയും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകി.